കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നറിയില്ലെങ്കിലും കെ.സി. വേണുഗോപാൽ എന്ന നേതാവ് തീരുമാനിച്ച രണ്ടുപേർ മുഖ്യമന്ത്രിമാരാവുകയാണ്. അതിലാദ്യത്തേത് തമിഴ്നാട്ടിൽ വിജയ്, മറ്റൊന്ന് കേരളത്തിലേത്. അതായത് തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തിയിട്ടും മുഖ്യമന്ത്രിയാകാൻ 10 സീറ്റ് അകലെ നിൽക്കുമ്പോൾ വിജയ് ആദ്യമായി അഭയം തേടിയതും വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചതും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിനെയായിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധിക്കും ഖർഗെയ്ക്കും മുന്നിൽ അറിയിച്ചതോടെയാണ് കോൺഗ്രസ് DMKയെ ഒഴിവാക്കി വിജയുടെ TVKയെ പിന്തുണക്കാൻ തീരുമാനിച്ചതും. ആ 5 സീറ്റ് കിട്ടിയതോടെയാണ് ഇടതു പാർട്ടികളും ഇപ്പോൾ VCKയും പിന്തുണ നൽകാൻ എത്തിയത്. അങ്ങനെ വരുമ്പോൾ വിജയ്ക്ക് ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം രാജ്ഭവനിൽ നിന്നും ഗവർണർ തിരിച്ചയച്ചപ്പോഴും കെ.സിയും കോൺഗ്രസും നൽകിയ ഈ വലിയ പിന്തുണ തന്നെയായിരുന്നു TVKയുടെ കരുത്ത്. അങ്ങനെ തമിഴ്നാട്ടിൽ ഇനി വിജയ് സർക്കാർ രൂപീകരിക്കുകയാണ്. CPM, CPI, VCK എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷമായത്. ആകെയുള്ള 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 118 MLA-മാരുടെ ഭൂരിപക്ഷമാണ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത്. ഇതിൽ 107 MLA-മാരാണ് TVKയ്ക്കുള്ളത്. 118 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ 11 MLA-മാരുടെ കുറവുണ്ടായിരുന്നു. ഫലം വന്നതിന് പിന്നാലെ 5 MLA-മാരുള്ള കോൺഗ്രസ് TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ 112 MLA-മാരായി. ഇപ്പോൾ 2 MLA-മാർ വീതമുള്ള CPM-ഉം CPI-യും VCKയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള 118 എന്ന മാന്ത്രിക സംഖ്യയായി. ഇതോടെയാണ് ശ്വാസം നേരെയായി വിജയ് വാർത്താ സമ്മേളനം വിളിക്കാനും ഗവർണറെ കാണാനുമൊക്കെ ധൈര്യം പ്രകടിപ്പിച്ചത്. ഇനി കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അങ്ങനെ വിജയ് തമിഴ്നാട് ഭരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരളവും. ഈ നിമിഷം വരെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല എങ്കിലും നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി വരുമ്പോൾ അതും കെ.സി. പറയുന്ന ആൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. കെ.സി. അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന സംഭവങ്ങളിൽ ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കുന്നതിന് വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങളും ചട്ടങ്ങളും ഉണ്ടെന്നിരിക്കെ അതിലാദ്യം പരിഗണിക്കുന്നത് നിയമസഭാ കക്ഷി നേതാക്കളുടെ അല്ലെങ്കിൽ നിയമസഭാ കക്ഷി അംഗങ്ങളുടെ പിന്തുണ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 40-ൽ കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുറപ്പിക്കുന്ന കെ.സി. വേണുഗോപാൽ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. എന്നാൽ കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക തീരുമാനം മാറ്റിയെടുക്കണമെങ്കിലും അത് കെ.സി. വേണുഗോപാൽ തന്നെ പറയേണ്ടി വരും. പലരും പറഞ്ഞതുപോലെ VD സതീശൻ വരണമെങ്കിലും കെ.സി. സമ്മതിക്കേണ്ടി വരും. അതല്ല സീനിയോറിറ്റി പ്രകാരം രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കണമെങ്കിലും അത് കെ.സി. വേണുഗോപാൽ തീരുമാനിക്കണം. കാരണം അംഗങ്ങളുടെ കൂടുതൽ പിൻബലമുള്ളത് അദ്ദേഹത്തിന് തന്നെയാണ്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം. തൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മാറി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഹൈക്കമാൻഡ് ആ തീരുമാനത്തിന് കെ.സിയുടെ അഭിപ്രായമായിരിക്കും തേടുക. അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ഒരു നായകനായി കെ.സി. വേണുഗോപാൽ മാറുകയാണ്.